ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞ് കഥ പറയാം. വഴിപാടിന് പകരം നാമജപം. ഗുരുവായൂരിനടുത്ത ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ സ്ത്രീ വലിയ ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു. അവർ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ തൊഴാനെത്തുക പതിവായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാലിന് വേദന കാരണം ഗുരുവായൂരിലേക്ക് നടന്നു പോകാൻ വിഷമമായി. വാഹനത്തിൽ പോകാനുള്ള സാമ്പത്തിക ശേഷിയും അവർക്കുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഗുരു എത്താം, എന്നാൽ വഴിപാടിനുള്ള പണം ഇല്ലല്ലോ എന്നവർ വിഷമിച്ചു. രാത്രി ആ ഭക്തയ്ക്ക് ഉറക്കം വന്നില്ല. ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു കിടന്നു. രാത്രിയിൽ ഭഗവാൻ സ്വപ്നദർശനം നൽകി ഇങ്ങനെ അറിയിച്ചു: ബസ് കൂലിക്കുള്ള 10 അണ നിങ്ങളുടെ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. വഴിപാടിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട. നാരായണനാമം ജപിച്ചാൽ മതി. അതാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഈ വാക്കുകൾ കേട്ട് ആ ഭക്തയ്ക്ക് ഏറെ സന്തോഷമായി. ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യമോർത്ത് അവർ കണ്ണീർ പൊഴിച്ചു. ഭഗവാന് ഭക്തരോടുള്ള വാത്സല്യം നിറഞ്ഞ ഭക്തിയോടെ, ശുദ്ധമായ മനസ്സോടെ, അഹങ്കാരമില്ലാതെ ഭഗവാനെ ആര് വിളിച്ചാലും അവിടുന്ന് തീർച്ചയായിട്ടും വിളി കേൾക്കുക തന്നെ ചെയ്യും. ആ സ്ത്രീക്കുണ്ടായ ഒരനുഭവം, അവരെ സ്വപ്നദർശനത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞത്? വഴിപാടിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, നാമജപം അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന്. അതെ, ഭഗവാന് ആ നാമജപമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇന്ന് ഈ കലികാലത്തിൽ ഏറ്റവും പ്രധാനം നാമജപത്തിനാണ്. അതായത് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടി നാമജപം ഒന്ന് മാത്രം മതിയെന്നാണ് പുരാണങ്ങളും മറ്റും ഉദ്ഘോഷിക്കുന്നത്. വഴിപാട് ചെയ്തെങ്കിലേ ഭഗവാന്റെ കടാക്ഷം ലഭിക്കുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണ മാറ്റണം. നമ്മുടെ ദുഃഖങ്ങളും ഇല്ലായ്മകളും ഒക്കെ പറയാൻ പോകുന്നത് ഈശ്വരൻ്റെ അടുത്താണല്ലോ. ആ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പണമില്ലെന്നുള്ള വിഷമവും പേടിയോടെയും പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ദേവാലയങ്ങൾ? അങ്ങനെ ചിന്തിക്കേണ്ടി വരില്ലേ നമ്മൾക്ക്? ഈശ്വരൻ നമ്മൾ കൊണ്ടു ചെല്ലുന്ന പണവും സ്വർണവും ഒക്കെ നോക്കി, അതിൻ്റെ എണ്ണവും തൂക്കവും ഒക്കെ നോക്കി കടാക്ഷിക്കാനിരിക്കുന്ന ഒന്നാണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈശ്വരനാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരൻ എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ഈശ്വരൻ ഇത് വല്ലതും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നൽകുന്നതാണ്. അവർ വിശ്വാസത്തോടെ അത് നൽകുന്നുവെന്ന് മാത്രം. ഇതൊന്നുമല്ല ഈശ്വരൻ നോക്കുന്നത്. നമ്മളുടെ നല്ല മനസ്സ്, നമ്മൾ അഹങ്കാരമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെയാണ് ഈശ്വരനിഷ്ടം. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന വഴിപാടിൻ്റെ മൂല്യം കണക്കാക്കിയിട്ടല്ല ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുണ്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക. അത് മറക്കാതിരിക്കുക. നമ്മളുടെ ഇല്ലായ്മകളും ദുഃഖങ്ങളും ഒക്കെ പറയാൻ പോകുന്ന ഭഗവാന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമ്മുടെ കൈകളിൽ അവിടെ സമർപ്പിക്കാനും ഒന്നുമില്ല എന്ന വിഷമത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ പ്രയോജനം? ഭഗവാൻ ഇതൊക്കെ നമ്മൾ സമർപ്പിക്കുന്ന പൊന്നിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ തൂക്കവും എണ്ണവും നോക്കി കടാക്ഷിക്കാനിരിക്കുന്ന ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദേവാലയങ്ങൾ? ദേവാലയങ്ങൾ എന്നുള്ളത് നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയും അതുപോലെ സമൂഹത്തിന് നന്മയും ഏകാൻ വേണ്ടിയുള്ളതായിരിക്കണമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് നമ്മൾ പണവുമായി അല്ലെങ്കിൽ സമർപ്പിക്കാൻ കാഴ്ചദ്രവ്യങ്ങളുമായി പോകണമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരൻ ഭഗവാനാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ഭഗവാൻ നമ്മൾ കാഴ്ചവെക്കുന്ന പൊന്നിൻ്റെയും പണത്തിൻ്റെയും മൂല്യം നോക്കിയിട്ടല്ല, മനുഷ്യൻ്റെ കർമ്മം, ആ വ്യക്തിത്വം നോക്കിയിട്ടാണ് ഭഗവാൻ കടാക്ഷിക്കുക. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മഫലം നമുക്ക് നന്നായി അനുഭവിക്കാൻ കഴിയും.
നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവന് നല്ല ഫലം അനുഭവിക്കാൻ കഴിയും. മോശം കർമ്മങ്ങൾ ചെയ്യുന്നവന് മോശം ഫലവും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും അഹങ്കാരമില്ലാതെ നല്ല പ്രവൃത്തിയോടെ നല്ല ചിന്തയോടെ നമ്മൾ ഭഗവാനെ വിളിക്കുക. സമർപ്പിക്കാൻ ഒന്നുമില്ലെങ്കിലും അതിൻ്റെ പേരിലൊന്നും ദേവാലയങ്ങളിലൊന്നും പോകാതിരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഓരോ ഇഷ്ടത്തിനും വിശ്വാസത്തിനുമൊക്കെ അനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നതാണ്. പക്ഷേ ഇല്ല എന്ന പേരിൽ ആരും വിഷമിക്കാൻ പാടില്ല. അതുപോലെ എല്ലാ ദേവാലയങ്ങളും സമൂഹ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ. അത് ഒരിക്കലും ഒരു വ്യക്തിയുടെ പോലും മനസ്സിനെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ആവരുത്. അത് സമൂഹത്തിന് എത്രത്തോളം നന്മയുണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ വേണം എല്ലാ ദേവാലയങ്ങളും പ്രവർത്തിക്കാൻ. അതിന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.